അടിമാലി മണ്ണിടിച്ചിലിൽ കുടുങ്ങിയ ദമ്പതികളിൽ ഒരാൾ മരിച്ചു. വീടിനുള്ളിൽ കുടുങ്ങിയ ബിജുവാണ് മരിച്ചത്. 6.5 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് ബിജുവിനെ പുറത്തെടുക്കാനായത്. ബിജുവിന്റെ ഭാര്യ സന്ധ്യയ്ക്ക് ഗുരുതര പരിക്ക്. കൂടുതൽ വിവരങ്ങളുമായി സുമിത് തോമസ് ചേരുന്നു. സുമിത് തോമസ്, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ അത്യന്തം വേദന ഉണ്ടാക്കുന്ന ഒരു കാഴ്ചകൾ തന്നെയാണ് നമുക്ക് ഈ ഒരു അടിമാലിയിലെ ഈ കുമ്മൻപാറയിൽ നിന്ന് കാണാൻ സാധിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ രാത്രി നമ്മളിവിടെ എത്തുമ്പോൾ ഇവിടുത്തെ ഒരു അന്തരീക്ഷം അത് വളരെ ഭീകരമായിരുന്നു. കാരണം ഒരു വീടൊന്നാകെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ മൺകൂനയ്ക്ക് ഉള്ളിൽ അകപ്പെടുന്ന സാഹചര്യം, ആ വീടിനുള്ളിൽ 2 പേർ അകപ്പെടുന്ന ഒരു സാഹചര്യം. പ്രധാനമായും ഈ വീട്ടിലുണ്ടായിരുന്നത് ഈ ബിജുവും അതുപോലെ തന്നെ ബിജുവിന്റെ ഭാര്യ സന്ധ്യയുമാണ്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഭാഗത്ത് ഇപ്പോൾ ഈ മണ്ണെടുത്തിരിക്കുന്ന ഈ ഒരു ഭാഗത്ത് ഇവർ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഇവിടെ ഏകദേശം 6 മണിക്കൂറോളമാണ് ഈ ഒരു രക്ഷാപ്രവർത്തനം നീണ്ടത്. ഇന്നലെ രാത്രി 10:30യോടുകൂടി ഈ വലിയ മണ്ണിടിച്ചിൽ, അതായത് നമ്മൾ ഈ മുകൾ ഭാഗത്ത് കാണുന്ന ദേശീയപാതയുടെ സമീപത്ത് നിന്നും മണ്ണിടിഞ്ഞ് ഒന്നാകെ താഴേക്ക് വരുന്നു. ഈ വീടൊന്നാകെ ആ മണ്ണ് വിഴുങ്ങുകയും ചെയ്യുന്നു. ആ സമയത്ത് വീടിനുള്ളിൽ ഇവർ അകപ്പെടുകയായിരുന്നു. ഇത്തരത്തിൽ ഇവർ വീടിനുള്ളിൽ അകപ്പെടുകയും ഉടൻ തന്നെ ഈ സന്ധ്യ പുറത്തുള്ള ആളുകളുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഇവർ ഈ വീടിനുള്ളിൽ കുടുങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം പുറത്തറിയുന്നത്. ഇതിനുശേഷമാണ് അടിമാലി ഭാഗത്തു നിന്നുൾപ്പെടെ രക്ഷാപ്രവർത്തകർ എത്തുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ഈ മേഖലയിൽ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതേ തുടർന്ന് ഏകദേശം 22ഓളം കുടുംബങ്ങൾ, അതായത് താഴേക്ക് മണ്ണിടിഞ്ഞു വന്നാൽ അപകടമുണ്ടാവാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ വീടുകൾ മണ്ണിൽ മൂടാൻ സാധ്യതയുള്ള ഏകദേശം 22ഓളം കുടുംബങ്ങളെയാണ് ഇവിടെ നിന്ന് അടിമാലിയിലേക്ക് മാറ്റി പാർപ്പിച്ചിരുന്നത്. ഇവരെയാണ് ബിന്ദു ബന്ധപ്പെട്ടത്. ഉടൻ തന്നെ ഇവർ ഈ ഫയർഫോഴ്സിനെയും പോലീസിനെയും വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് അതിവേഗത്തിൽ തന്നെ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചു. അവിടെ ഏറ്റവും ഒരു പ്രതികൂല ഘടകമായിരുന്നത് ഇത്തരത്തിൽ ഈ ഒരു കുന്നൊന്നാകെ ഇടിഞ്ഞ് താഴേക്ക് വന്ന് ഈ വീട് മൂടിപ്പോവുകയും ഈ രക്ഷാപ്രവർത്തകർക്ക് ഇവിടേക്ക് എത്താൻ, അല്ലെങ്കിൽ ഈ വീടിനുള്ളിലേക്ക് കടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നത്. കൂടാതെ വലിയ മരങ്ങളും അതുപോലെ തന്നെ വലിയ പാറക്കല്ലുകളും എല്ലാം വന്ന് അടിയുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ ഇവർ ഈ വീടിനുള്ളിൽ ഏത് ഭാഗത്താണ് കുടുങ്ങിക്കിടക്കുന്നത് എന്നൊക്കെ കണ്ടെത്താൻ ഒരു താമസമെടുത്തു. ഇതിനു ശേഷമാണ് ഈ വീടിന്റെ ഒരു ഭാഗത്ത് നിന്ന് ഇവർ വീടിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നത് കണ്ടത്. അതായത് സന്ധ്യയുടെ കൈകൾ മാത്രമാണ് പുറത്തേക്ക് കാണാൻ കഴിഞ്ഞിരുന്നത്. ഈ സമയത്ത് രക്ഷാപ്രവർത്തകർ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ തിരിച്ച് മറുപടി പറയുന്നുണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് രക്ഷാപ്രവർത്തനം അതിവേഗത്തിലാക്കിയത്. ഇതിനുശേഷം ഈ വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായും പൊളിച്ചു. അതായത് ഈ മുകൾ ഭാഗത്ത് ഇരുന്നിരുന്ന വീടാണ്. ഈ മണ്ണൊന്നാകെ വന്ന് കുത്തിയാണ് ഈ വീട് ആ ഇരുന്ന ഭാഗത്ത് നിന്ന് താഴേക്ക് പോകുന്നത്. ഈ വീടൊന്നാകെ ഇവരുടെ മേലേക്ക് ഇരുന്നു പോവുകയായിരുന്നു. അതായത് കോൺക്രീറ്റ് പാളുകൾ ഉൾപ്പെടെ ഇവരുടെ ഈ ഒരു ഇവരുടെ ശരീരത്തിന്റെ ആ ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. കൂടാതെ വീടിന്റെ ഭിത്തികളെല്ലാം ഇടിയുകയും ഈ കട്ടകളെല്ലാം തന്നെ ഈ വീടിനുള്ളിൽ പതിക്കുകയും ചെയ്യുന്നു. അത്തരത്തിൽ രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇതിനുശേഷം വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായും പൊളിച്ചാണ് ഇവർ ഉള്ളിലേക്ക് കടന്നത്, രക്ഷാപ്രവർത്തകർ ഉള്ളിലേക്ക് കടന്നത്. അവിടെയും വളരെ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഒരു വലിയ ഭീം, ഈ വീടുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ചിരുന്ന വലിയ ഭീം ഈ വീടിനുള്ളിലേക്ക് തന്നെ പതിച്ചിരിക്കുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ ഈ ഭീമിനടിയിലാണ് ഇവർ കുടുങ്ങിക്കിടന്നിരുന്നത്. വലിയ കട്ടറുകൾ ഉപയോഗിച്ച് ഇന്നലെ ഈ ദേശീയപാതയില് മണ്ണിടിച്ചിലുണ്ടായപ്പോൾ 22 കുടുംബങ്ങളെയാണ് മാറ്റി പാർപ്പിച്ചത്. അപ്പോൾ ഇവരും എന്തിനാണ് വീണ്ടും തിരികെ പോയത്? ഇവിടെ നിന്നും ഇവരോട് മാറി താമസിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് ഇവർ സമീപത്തെ ഇവരുടെ ബന്ധു വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഇവർ ഇന്നലെ വൈകുന്നേരത്തോടെ, അതായത് രാത്രി 9 മണിയോടുകൂടിയാണ് വീട്ടിലേക്ക് തിരികെ എത്തുന്നത്. അതായത് ഈ വീടിനുള്ളിൽ നിന്ന് ചില രേഖകൾ എടുക്കുന്നതിനും മറ്റുമായാണ് ഇവർ എത്തുന്നത്. ഇവിടെ എത്തി കുറച്ചു സമയം ഇവർ ഇവിടെ ചിലവഴിക്കുകയും ചെയ്തു. ഈ സമയത്താണ് ഈ മണ്ണ് ഒന്നാകെ താഴേക്ക് ഇടിഞ്ഞു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. ഇവർ ഇവിടെ നിന്ന് മാറണമെന്ന് നിർദ്ദേശിച്ചതിനെ തുടർന്ന് ഇവർ സമീപത്തെ ബന്ധു വീട്ടിലേക്ക് മാറിയിരുന്നു. ഇന്നലെ രാത്രി 9 മണിയോടുകൂടിയാണ് ഇവർ ഇവിടേക്ക് തിരിച്ചെത്തിയത്. ഈ സമയത്താണ് ഈ അപകടം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടമുണ്ടാക്കുന്ന ഒരു കാര്യം. ഇവിടെ നിന്ന് ഇവർ തിരിച്ചു മടങ്ങാൻ തന്നെ ഉദ്ദേശിച്ചാണ് ഇവിടേക്ക് എത്തിയത് എന്നുള്ളതാണ് ഇവരുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഇവരുടെ ബന്ധുക്കളുമായി സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. വീട്ടിൽ പോയി ചില രേഖകൾ എടുത്ത് തിരികെ വരാമെന്ന് പറഞ്ഞാണ് അവർ 2 പേരും ഇവിടേക്ക് പോകുന്നത് എന്നുള്ളതാണ് അവർ പറയുന്നത്. അത്തരത്തിൽ ഈ രേഖകൾ എടുക്കുന്നതിനായി വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ ദാരുണമായ ഒരു അപകടം ഉണ്ടാകുന്നതും ബിജുവിന് മരണം സംഭവിക്കുന്നതും. ഇതിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ ബിജുവിനെ പുറത്തെടുക്കുന്നതായിരുന്നു ഏറ്റവും ദുഷ്കരമായ
ഒരു കാര്യം എന്നുള്ളത്. ബിജുവിനെയും സന്ധ്യയും ഈ ഭീമിനുള്ളിൽ കുടുങ്ങുകയും ഭീമിനുള്ളിൽ കുടുങ്ങിയത് കൊണ്ട് തന്നെ ഈ വലിയ കട്ടറുകൾ ഉപയോഗിച്ച് ഇവരെ പുറത്തെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉടലെടുക്കുകയും ചെയ്തതോടുകൂടിയാണ് ഈ മണ്ണ് മാറ്റി, കൂടാതെ ഈ ചെറിയ ജാക്കികൾ ഉപയോഗിച്ച് ഈ കോൺക്രീറ്റ് പാളികൾ മുകളിലേക്ക് ഉയർത്തിയ ശേഷം ഈ ഭീമിന്റെ ഓരോ ഭാഗം വീതം സാവധാനം പൊളിച്ചാണ് ഇവരെ പുറത്തെടുക്കാനായത്. അത്രത്തോളം ദുഷ്കരമായിരുന്നു ഈ നമുക്ക് ഒരു നാട്ടുകാരന്റെ പ്രതികരണത്തിലേക്ക് പോവാം. ഭീമ് കാലിലും കട്ടിലും കൂടെ ആയതുകൊണ്ട് ജാമായിരിക്കുന്നുണ്ട്. പൊട്ടിച്ച് പതുക്കെ പൊട്ടിച്ചെടുക്കാൻ പറ്റുന്നുള്ളൂ. അപ്പൊ അതാണ് ഒരു ഇത് വരുന്നത്. ഇന്നലെ മുതൽ വലിയ അപകടം തന്നെയാണ്. ആ അപകടം നമ്മൾ കണ്ടിട്ടാണ് വൈകുന്നേരം ഒരു 6 മണിയോട് കൂടി ഇവർ ഇവിടുന്ന് മാറ്റി പാർപ്പിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറും ഞാനെങ്കിലും കൂടെ വന്ന് ഇവരെ മാറ്റി പാർപ്പിച്ചത്. ഇത് കാരണം വലിയ രീതിയിൽ 3 ദിവസമായി ഇതിന്റെ ഈ പൊട്ടി മണ്ണ് വരികയും വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യമൊക്കെ വരികയും ചെയ്തത്. അപ്പൊ അതനുസരിച്ചാണ് ഇത് മാറ്റിയത്. അവരെല്ലാം ഇവര് ക്യാമ്പിൽ വന്നില്ല. ഇവര് സ്വന്തക്കാരുടെ വീട്ടിലേക്ക് പോയിക്കോളാന്ന് പറഞ്ഞു. കാരണം 22ഓളം കുടുംബങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അവരെല്ലാം ക്യാമ്പിലേക്ക് പോയി. ഇവര് സ്വന്തക്കാരുടെ വീട്ടിലേക്ക് പോയിക്കോളാന്ന് പറഞ്ഞ് പോയതാണ്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങൾ ക്യാമ്പിലെ ആൾക്കാർ ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഡി കുര്യാക്കോസിന്റെ പ്രതികരണം കൂടി നമുക്ക് കാണാം. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ആളുകളെ വളരെ പെട്ടെന്ന് തന്നെ മാറ്റി എന്നുള്ളതാണ്. ഏതാണ്ട് 22ഓളം കുടുംബങ്ങളെ കൃത്യമായ നിർദ്ദേശത്തിനനുസരിച്ച് ക്യാമ്പിലേക്ക് മാറ്റി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പരിശോധിക്കണം. അതായത് ആർക്കെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ടോ, കൃത്യമായി പരിശോധിച്ച് നടപടി എടുക്കുക. ഓക്കെ സുബിൻ, ഇതിനെ സംബന്ധിച്ച് ഇവർക്ക് എന്തെങ്കിലും മുന്നറിയിപ്പ് ലഭിച്ചിരുന്നോ? തീർച്ചയായും ഇവർക്ക് മുന്നറിയിപ്പുകൾ ലഭിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് 22ഓളം കുടുംബങ്ങളോട് കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ നിന്ന് മാറി താമസിക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. അതായത് 2 ദിവസം മുമ്പ് സമാനമായ രീതിയിൽ റോഡിലേക്ക്, ദേശീയപാതയിലേക്ക് മണ്ണിടിഞ്ഞ് വീണിരുന്നു. ആ മണ്ണിടിഞ്ഞ് വീണതിനെ തുടർന്ന് ഈ മലയുടെ മുകളിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു വിള്ളൽ രൂപപ്പെടുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും മണ്ണിടിയാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഭാഗത്ത് നിന്നും ആളുകൾ, അതായത് ഈ റോഡിന്റെ താഴ്ഭാഗത്തുള്ള വീടുകളിലുള്ള ആളുകൾ മാറി താമസിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം ഇത്തരത്തിൽ നൽകിയിരുന്നത്. ഇതേ തുടർന്നാണ് ഈ അടിമാലി ഗവൺമെന്റ് സ്കൂളിൽ താൽക്കാലിക ക്യാമ്പ് ഒരുക്കി ഏകദേശം 22ഓളം കുടുംബങ്ങളെ അവിടേക്ക് മാറ്റി പാർപ്പിച്ചത്. ഏകദേശം 3-4 കുടുംബങ്ങൾ ബന്ധുവീട്ടിലേക്ക് പോകുമെന്നും അറിയിച്ചിരുന്നു. അത്തരത്തിൽ ബന്ധുവീട്ടിലേക്ക് പോയ കുടുംബമാണ് ബിജുവിൻ്റേത് എന്നുള്ളതാണ് ഇവിടെ നിന്നുള്ള ആളുകൾ പറയുന്നത്. കൃത്യമായ ഒരു നിർദ്ദേശം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകിയിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. പ്രധാനമായും ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നുള്ളത് ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് നിലവിൽ ഇപ്പോൾ ഈ പ്രദേശവാസികൾ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ്. ഇന്നലെ രാത്രി നമ്മൾ എത്തിയപ്പോൾ പോലും ഈ ദേശീയപാത നിർമ്മാണത്തിൽ അപാകതകളുണ്ട്. ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട മണ്ണെടുത്തതുമായി ബന്ധപ്പെട്ടുള്ള അശാസ്ത്രീയതയാണ് ഇത്തരത്തിൽ ഈ ഒരു വലിയ അപകടം ഉണ്ടാക്കിയത് എന്നുള്ള ഒരു കാര്യമാണ് എന്തായാലും പ്രദേശവാസികൾ പറയുന്നത്. ചെങ്കുത്തായ രീതിയിൽ മണ്ണ് എടുക്കുകയും അത് താഴ്ഭാഗത്തേക്ക് കോൺക്രീറ്റ് വാളുകൾ തീർത്ത് അവിടെ മണ്ണിട്ട് നികത്തുകയുമാണ് ഉണ്ടായത്. അത്തരത്തിൽ ഒരു ഉറപ്പുമില്ലാത്ത നിർമ്മാണ പ്രവർത്തനമാണ് ഇത്തരത്തിൽ ഈ കരാറുകാരൻ ഇവിടെ ചെയ്തത് എന്നുള്ളതാണ് പ്രധാനമായും ഈ ആരോപണം ഉയരുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ അന്വേഷണങ്ങളെല്ലാം തന്നെ നടത്തുമെന്ന നിലവിൽ ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസും അതുപോലെ തന്നെ മന്ത്രി റോഷി അഗസ്റ്റിനും എല്ലാം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ ഈ 22 കുടുംബങ്ങളോട് മാറി താമസിക്കണമെന്ന് പറഞ്ഞതുകൊണ്ടും ഇവർ മാറി താമസിച്ചുകൊണ്ടുമാണ് ഈ ഒരു അപകടത്തിന്റെ വ്യാപ്തി ഇത്രത്തോളം കുറഞ്ഞത് എന്നുള്ളതാണ്. അത് ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യമാണ്. അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ ഈ ഒരു അപകടത്തിൽ പെടുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു. ഏകദേശം 5ഓളം വീടുകൾ പൂർണ്ണമായും മണ്ണിനടിയിലേക്ക് പൂണ്ടുപോയിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ വീടുകളിലെല്ലാം തന്നെ 4-5 ആളുകൾ വീതം ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഈ മാറി താമസിക്കാനുള്ള നിർദ്ദേശം ലഭിച്ചിരുന്നില്ല എങ്കിൽ അത് വലിയ രീതിയിലുള്ളൊരു അപകടത്തിലേക്ക് പോകുമായിരുന്നു. കൃത്യമായ ഒരു ഇടപെടൽ അവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഇന്നലെ അർദ്ധരാത്രി മുതൽ ഈ ഒരു ഭാഗത്ത് രക്ഷാപ്രവർത്തനം നടത്തുകയും കൃത്യമായ വിവരങ്ങൾ നമുക്ക് നൽകുകയും ചെയ്തിരുന്ന പ്രാദേശിക ലേഖനാണ് നമുക്ക് ഉൾപ്പെടെ വാർത്തകൾ നൽകുന്ന പ്രാദേശിക ലേഖൻ അലൻ നമ്മോടൊപ്പം ചേരുകയാണ്. അല്ലെങ്കിൽ ഇന്നലെ ഇവിടെ വന്നപ്പോൾ ഉള്ളൊരു സാഹചര്യം എങ്ങനെയാണ്? ഇന്നലെ വൈകിട്ട് നമ്മളിവിടെ വരുന്നത് ഒരു 4:30 ആ സമയഭാഗത്ത് പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറും ബ്ലോക്ക് മെമ്പറും അടക്കമുള്ള ആളുകൾക്കൊപ്പം
ഇവിടെ ആളുകളെ മാറ്റി താമസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത് ഇന്നലെ വൈകുന്നേരമാണ് ഈ ദേശീയപാത അധികൃതർ പഞ്ചായത്തിന് കത്ത് കൊടുക്കുന്നത്, ആളുകളെ മാറ്റി പാർപ്പിക്കണം, മണ്ണിടിയാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നേരത്തെ തന്നെ ഈ ദേശീയപാത അധികൃതർക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു ഈ ഭാഗത്ത് മണ്ണിടിയാൻ സാധ്യതയുണ്ടെന്ന്. കാരണം ഇതിനു മുൻപും ഇതിന് മുകളിൽ ഒക്കെ മണ്ണിടിഞ്ഞ് പോന്നിട്ടുണ്ട്. അപ്പൊ ഈ നമുക്ക് ഈ മേളിൽ കണ്ടതിനറിയാം ഇത്രയും കെടുന്തൂക്കായിട്ടാണ് ഇവിടെ മണ്ണെടുത്ത് വെച്ചേക്കുന്നത്. അപ്പൊ ഈ മണ്ണെടുത്ത് ഇത്രയും തൂക്കായിട്ട് വെക്കുമ്പോൾ തന്നെ മണ്ണ് ഇടിയുന്ന മണ്ണായതുകൊണ്ട് തന്നെ വലിയ പ്രശ്നം ഉണ്ടാകുമെന്ന് പരാതി നിരവധി തവണ പോയതാണ്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം മഴ പെയ്തപ്പോൾ കുറച്ച് ആ വിണ്ടിരുന്ന മണ്ണ് ആദ്യം താഴത്തേക്ക് വന്നു. അത് മാറ്റുന്നതിന് വേണ്ടി ഈ NH അടച്ചുകൊണ്ട് നടത്തിയ പ്രവർത്തനത്തിൽ വലിയ എക്സ്കവേറ്ററുകളും വലിയ ഭൂമുള്ള എക്സ്കവേറ്ററുകളും വലിയ ബ്രേക്കറുകളും കൊണ്ടാണ് പ്രവർത്തനം നടത്തിയത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഇടിഞ്ഞു പോകുന്ന ഭൂമി ആയതുകൊണ്ട് ഇപ്പൊ 80 അടി, നിങ്ങൾ ഏറിപ്പോയി നോക്കിയാൽ അറിയാം, 80 അടിയോളം വിള്ളൽ വീണിരിക്കുക. സ്വാഭാവികമായിട്ടും ഇനിയൊരു മഴയോ വലിയൊരു അത്യാവശ്യം ഒരു 2 ദിവസമൊക്കെ മഴ നിന്ന് കഴിഞ്ഞാൽ ഈ പ്രദേശം മൊത്തം വലിയ ദുരന്ത ഭൂമിയായി മാറുന്ന ഒരു കാഴ്ച ഉണ്ടാവും. ഇന്നലെ രാത്രി ഈ സംഭവം ഉണ്ടായിരിക്കുന്നതിന്റെ ഉത്തരവാദി ദേശീയപാത അധികൃതരാണ്. അവർ ഈ കൃത്യമായി സാധനം കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത് ഒഴിവാക്കാമായിരുന്നു. 22 കുടുംബങ്ങൾ മാറ്റി ബിജേട്ടൻ തറവാട്ടിലേക്ക് മാറുന്നതിന്റെ ഭാഗമായി മാറാതിരുന്നുകൊണ്ടാണ് മാറിയിട്ട് തിരിച്ചു വന്നപ്പോഴാണ് ഈ ഒരു അപകടം ഉണ്ടാവുകയും 7 മണിക്കൂറോളം പരിശ്രമിച്ചിട്ടും ബിജേട്ടന്റെ ജീവൻ രക്ഷിക്കാൻ പോകാത്ത കഴിഞ്ഞൊരു സങ്കടകരമായ ഒരു സ്ഥിതിയാണ് ഇപ്പം ഇവിടെ ഉള്ളത്. എത്തുമ്പോൾ ഇവിടെ ഈ അപകടം ഉണ്ടാകുന്നതിന് ശേഷം ഇവിടെ എത്തുമ്പോൾ ഈ ആളുകൾ കുടുങ്ങിയ കാര്യം നേരത്തെ തന്നെ അറിഞ്ഞിരുന്നത്. എങ്ങനെയാണ് പിന്നീട് ആ ഒരു ആദ്യഘട്ടത്തിലെ രക്ഷാപ്രവർത്തനം എല്ലാം അവിടെ നടന്നത്? അത് ഞാനും വാർഡ് കൂടിയാണ് ഏറ്റവും താഴെ ആദ്യം പറയുന്നത്. ഞങ്ങൾ ക്യാമ്പിലെ വാർത്ത എടുത്തിട്ട് ഞങ്ങൾ ഇവിടെ വരുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ സംഭവം ഞങ്ങളിവിടെ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ആളുകൾ ഇവിടെ പിന്നെ കാണുന്ന ഇവിടുത്തെ തറവാടാണ്, അവിടെ നിന്നുള്ള ആളുകളും ഇവിടെ മേലുള്ള സുഹൃത്തുക്കളൊക്കെ കൂടി താഴത്തേക്ക് വരുന്നു. ബിജു ഇങ്ങനെ അകത്ത് കുടുങ്ങി കിടക്കുകയാണെന്ന് പറയുന്നത്. അപ്പോൾ വാർഡ് മെമ്പറാണ് വന്നത്. വാർഡ് മെമ്പറാണ് ആദ്യം വീട്ടിന് സൈഡിലേക്ക് മതിലൂടെ കയറി വന്ന് സംസാരിക്കുന്നത്. DS സിദ്ദിഖ് അദ്ദേഹം കയറി സംസാരിച്ചപ്പോൾ ഈ ചേച്ചി അകത്തുനിന്ന് സന്ധി ചേച്ചി അകത്തുനിന്ന് മറുപടി പറയുകയായിരുന്നു, അകത്തുണ്ട് എന്നുള്ളൊരു മറുപടി പറയുകയായിരുന്നു. തുടർന്ന് അടുത്തുള്ള പ്രദേശവാസികളെയും മുഴുവൻ ആളുകളെയും വിളിച്ചു. പിന്നെയാണ് പോലീസും ഫയർഫോഴ്സും ഒക്കെ വന്നത്. പിന്നെ NDRF സംഘം വന്നപ്പോഴാണ് കാര്യമായ ഒരു നീക്കമൊക്കെ ഉണ്ടായത്. അവരാണ് ബാക്കി നിർമ്മാണം ഇത് പൊളിച്ചകത്ത് കയറാനുള്ള ശ്രമമൊക്കെ നടത്തിയത്. നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് കൂടുതൽ വീടുകൾ ഇപ്പം നമ്മളിപ്പോ നിൽക്കുന്നത് നമ്മൾ ഒരു 3 വീടിന് മുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ അതായത് ഇതിന് മേളില് 2 വീടുകൾ, അതായത് ബീച്ചാന്റെ വീടിന് മേളിലൊരു വീട്, അതിന് താഴെ നമ്മളൊരു 3ഓളം വീടുകളുടെ മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അത്രയും വലിയൊരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ തൊട്ട് താഴത്തേക്കുള്ള പകുതി വീടുകളും ഭാഗികമായി തകർന്ന അവസ്ഥയിലാണ്. നമുക്ക് പോയി കണ്ടാൽ അറിയാം, പകുതി വീടും തകർന്ന അവസ്ഥയിലാണ്. ഇനിയൊരു മഴ പെയ്താൽ, നിങ്ങളിപ്പോൾ മേളിൽ മണ്ണിൽ പോരാൻ വേണ്ടി നിൽക്കുക, ഇനിയൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ താഴെ കാണുന്ന വീടുകൾ മൊത്തം വൈപ്പോട്ടെ പോകുന്ന സ്ഥിതി ഉണ്ടാവും. കൂടുതലും മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട് ഇപ്പോഴും. സാധ്യതയുള്ള മേഖലയാണ്. കാരണം തൊട്ടും ഈ ഫ്രണ്ടിലെ ഒരു വളവിലാണ് ഉരുൾപൊട്ടലിൽ ഒരു കുടുംബം മൊത്തം മണ്ണിൽ വീണ് മരിച്ചു പോയ സ്ഥിതി മുൻ വർഷങ്ങൾ നമ്മൾ സങ്കടത്തോടെ കണ്ടതാണ്. അപ്പൊ അന്ന് മുതൽ ഈ മേഖലയിൽ ഒരു മണ്ണിടിച്ച സാധ്യത ഉള്ള മേഖല തന്നെയാണ്. അവിടെ ഈ സൈസ് നിർമ്മാണം കൂടെ നടത്തി കഴിഞ്ഞപ്പോൾ മൊത്തം പ്രതിസന്ധിയിലേക്ക് പോയി. ഇത്തരത്തിലാണ് ഇനി ഇപ്പോഴും വീണ്ടും മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട്. അതായത് തുലാമഴ വീണ്ടും ശക്തി പ്രാപിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ വീണ്ടും ഈ മേഖലയിൽ മണ്ണിടിയാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇവിടെ നിന്നുള്ള ആളുകൾ തന്നെ പറയുന്നത്. തീർച്ചയായും അദ്ദേഹം പറഞ്ഞതുപോലെ മഴ കൂടി പെയ്തതിന്റെ അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിച്ചു അല്ലേ? മഴ കൂടി പെയ്തിരുന്നെങ്കിൽ ഈ അപകടത്തിന്റെ വ്യാപ്തി കൂടുതൽ വർദ്ധിക്കുമായിരുന്നു. അതായത് നിലവിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ അതിശക്തമായ മഴയാണ് ഇടുക്കി ജില്ലയുടെ മലയോര മേഖലയിൽ ഉണ്ടായിരുന്നത്. അടിമാലി മേഖലയിലും ശക്തമായ മഴ തന്നെ പെയ്തിരുന്നു. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഈ ദിവസങ്ങളിലാണ് ഈ മണ്ണ് ഇടിയുന്ന സാഹചര്യമുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം പെയ്തിരുന്ന മഴയിൽ ഈ മണ്ണ് ഇരുന്നു പോവുകയും ഈ വലിയ വിള്ളൽ രൂപപ്പെടുകയുമായിരുന്നു. അതിനുശേഷമാണ് ഈ മണ്ണ് ഒന്നാകെ താഴേക്ക് പതിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഈ സമയത്ത് മഴ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഈ അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുമായിരുന്നു. നമ്മളിപ്പോൾ താഴേക്ക് കാണുന്നത് പോലെ ഏകദേശം 56ഓളം വീടുകൾ ഇവിടെ ഈ ഒരു മലഞ്ചെരുവിലായി താഴേക്കുണ്ട്. ഈ താഴേക്ക് നിരവധി വീടുകൾ ഇനിയുമുണ്ട്. ഈ വീടുകളെല്ലാം തന്നെ ഒലിച്ചു പോകുന്ന, അല്ലെങ്കിൽ ഈ വീടുകളെല്ലാം തന്നെ മണ്ണ് കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. എന്തുകൊണ്ടും ആ മഴ മാറി നിന്നത് കൊണ്ടും ഇവിടെ നിന്നുള്ള ആളുകളോട് പെട്ടെന്ന് മാറി താമസിക്കാൻ ആവശ്യപ്പെട്ടത് കൊണ്ടും മാത്രം ഈ ഒരു അപകടത്തിന്റെ വ്യാപ്തി കുറഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആശ്വാസകരമായ കാര്യം. എങ്കിൽ പോലും ആ അപകടത്തിൽ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നു, ബിജുവിന്റെ ജീവൻ നഷ്ടപ്പെടുന്നു എന്നുള്ളതും അത്യന്തം വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നിലവിൽ സന്ധ്യയെ ജീവനോടെ തന്നെ പുറത്തെടുക്കാൻ സാധിച്ചു. അതിനുശേഷം അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. സന്ധ്യയുടെ അരയ്ക്ക് താഴേക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ നൽകിയ വിവരം. ഇതേ തുടർന്ന് വിദഗ്ധ ചികിത്സ ആവശ്യമായതുകൊണ്ട് അവരെ നിലവിൽ ആലുവയിലെ രാജഗിരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അവിടെ തുടർ ചികിത്സകളെല്ലാം തന്നെ ഉറപ്പാക്കിയിട്ടുള്ളതായി ജില്ലാ ഭരണകൂടം അതുപോലെ തന്നെ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കൃത്യമായ ഒരു അന്വേഷണം നടക്കേണ്ടതായുണ്ട്. ഇത്തരത്തിൽ ഈ വലിയ മണ്ണിടിച്ചിൽ ഉണ്ടാവാനുള്ള സാധ്യത
സാധ്യത, അതിൽ ഏതെങ്കിലും തരത്തിൽ ഈ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട അശാസ്ത്രീയത ഉണ്ടായിട്ടുണ്ടോ, ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അശാസ്ത്രീയത ഉണ്ടായിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായ ഒരു പരിശോധന നടത്തേണ്ടതായുണ്ട്. ഇപ്പോഴും മുകളിൽ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വലിയ മൺതിട്ടകൾ ഇപ്പോഴും ആ മുകൾ ഭാഗത്തുണ്ട്. ഇനി റോഡിലേക്ക് മണ്ണിടിഞ്ഞ് വീഴാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അടിയന്തരമായ ഒരു പരിശോധന നടത്തുകയും കൃത്യമായ ഒരു ഇടപെടൽ നടത്തുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്, അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ് എന്തായാലും പ്രദേശവാസികൾ പറയുന്നത്. തീർച്ചയായും സുബിൻ, അതിദാരുണമായ സംഭവം തന്നെയാണ്. പിന്നെ നാട്ടുകാർ പറയുന്നുണ്ട് ഈ അപാകത ദേശീയപാതയുടെ നിർമ്മാണം മൂലമാണ് ഇത്തരത്തിലുള്ള അപകടം ഉണ്ടായതെന്നും. ഇതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടം മുതൽ തന്നെ വലിയ രീതിയിലുള്ള അശാസ്ത്രീയത ഈ റോഡ് നിർമ്മാണത്തിലുണ്ട് എന്നുള്ള ഒരു കാര്യം അവർ പ്രധാനമായും പറഞ്ഞിരുന്നു. ഇത്തരത്തിൽ ഈ ഒരു നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന സമയത്ത് തന്നെ ഈ നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന നേര്യമംഗലം മുതൽ ഈ മൂന്നാർ വരെയുള്ള ഭാഗത്ത് നിരവധി ഇടങ്ങളിൽ മൺതിട്ടകൾ രൂപപ്പെട്ടിട്ടുണ്ട്. ആ മൺതിട്ടകൾ രൂപപ്പെട്ട ഭാഗത്ത് മണ്ണിടിയാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളത് ആദ്യഘട്ടത്തിൽ തന്നെ അവർ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പെയ്ത മഴയിൽ ഇത്തരത്തിൽ മണ്ണിടിഞ്ഞ് വീഴുകയും ചെയ്തിരുന്നു. ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അശാസ്ത്രീയതയുണ്ട് എന്നുള്ള ആരോപണം ഉയരുന്നുണ്ട്. അതിൽ എത്രത്തോളം വസ്തുതയാണ്? അതില് അശാസ്ത്രീയമായ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. അത് കുറെ നാളുകളായിട്ട് പ്രവർത്തനം നടക്കുമ്പോൾ ആളുകൾ പരാതിപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ 8-ാം മാസത്തില് എൻ്റെ മകന്റെ കാല അമ്പലപ്പടിക്ക് വെച്ച് ഇതുപോലെ അവര് റോഡ് പണി നടക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു സൈഡിലേക്ക് പണി മാറ്റി അവിടെ നിയന്ത്രിക്കാൻ ആളുകളില്ലായിരുന്നു. ഒരു ബൈക്ക് വന്ന് എൻ്റെ മകനെ പുറയിൽ നിന്ന് ഇടിച്ച് എൻ്റെ കൊച്ചിൻ്റെ കാല് വട്ടമൊടിഞ്ഞ് ഇപ്പോഴും ചികിത്സയിൽ ബെഡേ തന്നെ കിടക്കുകയാണ്. ഇതും മണ്ണിടിഞ്ഞ് എല്ലാ ഡിപ്പാർട്ട്മെന്റുകാരെയും ഇവിടുന്ന് എല്ലാ ജനപ്രതിനിധികളും അറിയിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇന്നലെ ഇവിടുന്ന് 19 കുടുംബക്കാരെ അടിമാലി ഗവൺമെന്റ് ആശ്വാസ കേന്ദ്രത്തിലേക്ക് മാറ്റുകയുണ്ടായി. ക്യാമ്പ് സന്ദർശിച്ചതിന് ശേഷം വീട്ടിൽ പോയതിനു ശേഷമാണ് ഈ വാർത്ത അറിഞ്ഞത്. അപ്പോൾ തന്നെ ഓടിയെത്തിയ രക്ഷാപ്രവർത്തനത്തിൽ ഉദ്യോഗസ്ഥരോടൊപ്പം പങ്കാളിയായിരുന്നു. അല്ല, ചേച്ചിയുടെ ജീവൻ നിലനിൽക്കുന്നുണ്ട്. മറ്റേ ചേട്ടൻ മരണപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇത്തരത്തിൽ ഒരു മണ്ണിടിച്ചിൽ അത് നമ്മൾ മുൻകൂട്ടി കണ്ടിരുന്നു. ഈ ഒരു ഭാഗത്ത് ഇതുപോലെ വലിയൊരു മണ്ണിടിച്ചിൽ ഉണ്ടാകുമെന്നുള്ളത് ഉണ്ടായിരുന്നു. ഇത് മണ്ണ് വിണ്ടു കയറിയിരിക്കുന്ന ഉദ്യോഗസ്ഥരും പഞ്ചായത്തിലെ ആളുകളൊക്കെ ഇത് ശ്രദ്ധയിൽപ്പെട്ട് കളക്ടറെ അറിയിച്ചതായിട്ടാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ ഉദ്യോഗസ്ഥരെ അറിയിക്കണമെന്ന് പറഞ്ഞാണ് ഇന്നലെ രാത്രിയൊക്കെ ഇരുന്നത്. പക്ഷെ അതിനു മുമ്പ് ഇത്രയും വലിയൊരു ദുരന്തം നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു ദുരന്തമാണ് ഇപ്പൊ സംഭവിച്ചിട്ടുള്ളത്. ഈ ക്യാമ്പിലുള്ള നിരവധി ആളുകളുടെ വീട് ഇപ്പം നിലവിൽ മണ്ണിനടിയിലായ ഒരു സാഹചര്യമുണ്ട്. അവരുടെ ഒരു അവസ്ഥ എന്താണ്? അവര് കുറച്ച് ആളുകള് ക്യാമ്പിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ ക്യാമ്പിലേക്ക് മാറിയതിനു ശേഷം ഇവരങ്ങോട്ട് അവിടെ പോയിട്ട് തിരിച്ചങ്ങോട്ട് വന്നതിന് ശേഷമാണ് ഇവരും കൂടി കയറിയിട്ടുള്ളത്. അപ്പൊ വേണ്ടത്ര സൗകര്യങ്ങളില്ലാത്തതിന്റെ പേരിലായിരിക്കും അവരും കൂടി മാറിയെന്ന് വിശ്വസിക്കുന്നു. അത്തരത്തിലാണ് ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടം മുതൽ തന്നെ അശാസ്ത്രീയത അവർ മുമ്പോട്ട് ചൂണ്ടിക്കാണിച്ചിരുന്നത്. പക്ഷെ അതെല്ലാം അവഗണിച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനം കരാറുകാരൻ നടത്തിയെന്നുള്ളൊരു ഒരു കാര്യമാണ് എന്തായാലും ഇവിടെ നിന്നുള്ള പൊതുപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്. ഇതിൽ കൃത്യമായ ഒരു പരിശോധന നടത്തേണ്ടതായുണ്ട്. അതായത് നമ്മൾ ഈ പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ ഈ ചെങ്കുത്തായ രീതിയിൽ, അതായത് തൂക്കായി തന്നെ ഇത്തരത്തിൽ ഈ മണ്ണ് എടുക്കുന്ന ഒരു സാഹചര്യം. ആ മണ്ണെടുത്ത് കഴിയുമ്പോൾ അതിനുശേഷം അതൊരു ചെറിയ ഒരു അരക്കെട്ടോളം വരുന്ന ഒരു വാള് മാത്രമാണ്. തീർച്ചയായും സുബിൻ, ദേശീയപാതയുടെ നിർമ്മാണം മൂലമാണ് മണ്ണിടിച്ചിൽ ഉണ്ടായെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. കൂടാതെ തന്നെ ഇനി ഈ 22 കുടുംബങ്ങളെയാണ് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. ഇനി ഈ ക്യാമ്പിലുള്ളവരുടെ പുനരധിവാസം എങ്ങനെയാണ്? അത് സംബന്ധിച്ച് ഒരു വ്യക്തത വരുത്തേണ്ടത് ജില്ലാ ഭരണകൂടവും സർക്കാരുമാണ്. ഇനിയിപ്പോൾ ഈ ഭാഗത്തേക്ക് അവർക്ക് ഉടനെ വരാൻ സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു അവ്യക്തതയുണ്ട്. കാരണം ഏകദേശം 8ഓളം വീടുകൾ പൂർണ്ണമായും മണ്ണിനടിയിൽ ആകുന്ന സാഹചര്യം. അതിലധികം ഒരു 7-ലധികം വീടുകളും ഭാഗികമായി ഈ മേഖലയിൽ തകർന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ മേഖല ഇനിയും ഈ മുകൾ ഭാഗത്ത് നിന്ന് മണ്ണ് ഇടിയാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നു. മഴ പെയ്തു കഴിഞ്ഞാൽ ഈ മണ്ണ് ഒലിച്ച് താഴ്ഭാഗത്തെ വീടുകളിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഇവിടെ ഇപ്പോൾ ഉടനെ ഒരു താമസം സാധ്യമാണോ, ആളുകൾക്ക് വന്ന് ഇവിടെ താമസിക്കാൻ ഉതകുന്ന ഒരു സാഹചര്യമാണോ എന്നുള്ള ഒരു സംശയം എന്തായാലും നിലനിൽക്കുന്നുണ്ട്. അതിൽ കൃത്യമായ പരിശോധന നടത്തേണ്ടത് ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ സർക്കാരിന്റെ വിവിധ വകുപ്പുകളുമാണ്. അതിൽ അവർ ഈ വരുന്ന മണിക്കൂറുകളിൽ തന്നെ ഒരു വ്യക്തത വരുത്തും എന്നുള്ളൊരു കാര്യമാണ്. അവരുടെ പുനരധിവാസമെല്ലാം സംബന്ധിച്ച് കൃത്യമായ ഒരു വ്യക്തത വരുത്തും എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്. അതുമാത്രമല്ല സുബിൻ, ഇന്നലെ രക്ഷാപ്രവർത്തനത്തിനെത്തിയ NDRF സംഘം തന്നെ പറയുന്നുണ്ട് മണ്ണിടിച്ചിലിന് സാധ്യത ഉണ്ടെന്ന് പറയുന്നു. മാത്രമല്ല, അങ്ങനെയെങ്കിൽ ഇനിയും ആ ഭാഗത്ത് കുറച്ചുകൂടി ജാഗ്രത പുലർത്തേണ്ടതില്ലേ?
തീർച്ചയായും ഈ മേഖലയിൽ ഇനിയും ജാഗ്രത പുലർത്തേണ്ടതായിട്ടുള്ള സാഹചര്യമുണ്ട്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മുകൾ ഭാഗത്ത് നിന്ന് ഇനിയും മണ്ണിടിയാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. നിലവിൽ ഇപ്പോൾ ഈ ദേശീയപാത റോഡ് തടഞ്ഞുകൊണ്ട് തന്നെ നിലവിൽ ഗതാഗതമൊക്കെ തിരിച്ചുവിട്ടിരിക്കുകയാണ്. അതിന്റെ പ്രധാന കാരണം എന്നുള്ളത് റോഡിലേക്ക് ഒരു കൂടുതൽ മണ്ണ് ഇടിഞ്ഞു വീണിരിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഭാഗത്തിന് മറ്റ് വശങ്ങളിലായി മണ്ണിടിയാനുള്ള ഒരു സാധ്യതയുമുണ്ട്. പല സ്ഥലങ്ങളിലും വിള്ളലുകൾ രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ നിന്നുള്ള ആളുകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു നിരീക്ഷണം ഇവിടെ ആവശ്യമാണ്. ഇന്നലെ ഈ ഒരു വലിയ മണ്ണിടിച്ചിലുണ്ടായപ്പോൾ പോലും കൃത്യമായി ഫയർഫോഴ്സിന്റെയും അതുപോലെ തന്നെ പോലീസിന്റെയും നാട്ടുകാരുടെയും രക്ഷാപ്രവർത്തനം ഉണ്ടായിരുന്നു. അതിനുശേഷം ഏകദേശം 12 മണിയോടുകൂടിയാണ് NDRF സംഘം ഇവിടെ എത്തുന്നത്. അതിനുശേഷമാണ് ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന് ഒരു വേഗത കൂടിയത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യം. അതായത് അതുവരെ ചെറിയ ആയുധങ്ങൾ അല്ലെങ്കിൽ ഈ മണ്ണ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടും ഈ ഉള്ളിലേക്ക് കയറാനുള്ള ചെറിയ ക്രമീകരണങ്ങളുമാണ് ഒരുക്കിയിരുന്നതെങ്കിൽ അതിനുശേഷം NDRF സംഘാംഗങ്ങൾ കൂടി എത്തിയതോടുകൂടി ആ രക്ഷാപ്രവർത്തനം വളരെ വേഗത്തിലാവുകയായിരുന്നു. അവരുടെ ഒരു ഇടപെടൽ അത് ഈ ഒരു ഘട്ടത്തിൽ അഭിനന്ദിക്കേണ്ട ഒരു സാഹചര്യമാണ്. അതായത് 10 അരയോടുകൂടി അപകടം നടക്കുന്നു. ഇതിനുശേഷം 12 മണി വരെയും ഇവരെ ഇതിനുള്ളിൽ കുടുങ്ങിയവരെ പുറത്തെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. അതിനുശേഷം കൂടുതൽ ആളുകൾ, വിദഗ്ധരായിട്ടുള്ള ആളുകൾ എത്തിയ ശേഷമാണ് ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം കൂടുതൽ വേഗത്തിലാവുകയും അതിനു വേണ്ട കൂടുതൽ രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഒരുക്കി ആ കുടുങ്ങിക്കിടക്കുന്നവരുടെ അടുത്തേക്ക് എത്താൻ കഴിയുകയും ചെയ്തത്. അതിനുശേഷം ഇവർക്ക് വേണ്ട പ്രാഥമികമായിട്ടുള്ള ശുശ്രൂഷകൾ അവിടെ നൽകുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ ചെറിയ രീതിയിൽ വലിയ ഭീമ ചെറിയ ചുറ്റികയൊക്കെ ഉപയോഗിച്ച് തകർത്തുകൊണ്ട് ഇവരെ പുറത്തെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഈ മേഖലയിൽ ഇനിയും നിരീക്ഷണം ശക്തമാക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ഒരു മൺതിട്ട ഒന്നാകെ രൂപപ്പെട്ടിരിക്കുന്നു. ആ മൺതിട്ട ഇനിയും മൂന്ന് താഴേക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ദേശീയപാതയുടെ മറുവശത്ത് വലിയ മൺതിട്ട രൂപപ്പെട്ടിരിക്കുന്നു. ആ മൺതിട്ട ഇടിയാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ കൃത്യമായ ഒരു നിരീക്ഷണം ആവശ്യമാണ്. അതിനുവേണ്ട ക്രമീകരണങ്ങൾ ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തുമെന്നുള്ളതാണ് കരുതുന്നത്. തീർച്ചയായും സുബിൻ, ഇടുക്കി വയനാട്ടില് ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിലും ഇതുപോലെ സംഭവം ഉണ്ടായപ്പോഴും സാധാരണക്കാരുടെ ജീവനുകളാണ് പൊലിയുന്നത്. അതുപോലെ തന്നെ ഇടുക്കിയും വയനാട് ജില്ലകളിൽ ഇത്തരം ദുരന്തങ്ങൾ തുടർക്കഥയാകുന്നുണ്ടല്ലോ. തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. ഈ മലയോര മേഖലയെ സംബന്ധിച്ച് തുടർച്ചയായി മഴ പെയ്തു കഴിഞ്ഞാൽ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചൽ സാധ്യതയുള്ള മേഖലകൾ അനവധിയാണ്. പലപ്പോഴും അപ്രതീക്ഷിതമായുള്ള സ്ഥലങ്ങളിലാണ് ഇത്തരത്തിൽ ഈ ഒരു അപകടങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടുത്തെ ആളുകൾ പറയുന്നത് പ്രകാരമാണെന്നുണ്ടെങ്കിൽ ഈ അടിമാലിയിൽ ഇന്നലെ ഉണ്ടായ ഒരു അപകടം അത് വിളിച്ചു വരുത്തിയ ഒരു അപകടമാണ് എന്നുള്ളതാണ് അവർ പറഞ്ഞു വെക്കുന്നത്. പ്രധാനമായും ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ അശാസ്ത്രീയമായ ദേശീയപാത നിർമ്മാണമാണ് ഈ അപകടം ഉണ്ടാക്കിയത് എന്നുള്ളതിൽ ഈ പ്രദേശവാസികൾ ഒന്നാകെ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു മേഖലകൾ, അതായത് ഈ ശക്തമായ മഴ പെയ്തു കഴിഞ്ഞാൽ ഈ മണ്ണിലേക്ക് വെള്ളം ഇറങ്ങുകയും ഈ മണ്ണ് ഇരുന്ന് താഴേക്ക് ഊർന്നു പോരാനുള്ള സാധ്യതയെല്ലാം കൂടുതലായിട്ടുള്ള പ്രദേശങ്ങൾ അനവധിയാണ്. പ്രധാനമായും ഈ അടിമാലി, മൂന്നാർ, ചിന്നക്കനാൽ, പൂപ്പാറ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ സമാനമായ സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഓരോ വർഷവും ഇത്തരത്തിൽ വിവിധ പ്രദേശങ്ങളിൽ ഇടുക്കി ജില്ലയിൽ മണ്ണിടിച്ചിലും അതുപോലെ തന്നെ ഉരുൾപൊട്ടലും ഒക്കെ രൂക്ഷമാകുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഇത്തരത്തിൽ ഈ ഒരു പ്രകൃതിയുടെ ഒരു അവസ്ഥ, ഒരു ഘടന വെച്ച് തന്നെ അത് വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നുണ്ട്. പലപ്പോഴും ഇത്തരത്തിൽ ഈ അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള മുൻകരുതൽ നടപടികൾ ഓരോ മഴ പെയ്യുമ്പോഴും ജില്ലാ ഭരണകൂടം കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. അത്തരത്തിൽ ആ നിർദ്ദേശങ്ങൾ പാലിച്ച് മുമ്പോട്ട് പോകേണ്ടതായുമുണ്ട്. ഇത്തരത്തിൽ ഇവിടെ ഈ ഒരു നിർദ്ദേശങ്ങളെല്ലാം തന്നെ അടിയന്തരമായി ഇവർ പാലിച്ചത് കൊണ്ടാണ് ഏകദേശം 22ഓളം കുടുംബങ്ങൾ മാറി താമസിച്ചത് കൊണ്ടാണ് ഒരു വലിയ ദുരന്തം തന്നെ ഒഴിവായത്. നിലവിൽ ബിജുവും കുടുംബവും മാത്രം ഈ ഒരു ദുരിതത്തിൽ അകപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത്. എന്തായാലും കൃത്യമായ നിരീക്ഷണവും പരിശോധനയും അതോടൊപ്പം തന്നെ കൃത്യമായ മുൻകരുതൽ നടപടികളും സ്വീകരിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് പലപ്പോഴും പാലിക്കണമെന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇനിയിപ്പോൾ അടുത്ത ഘട്ടത്തിൽ, അതായത് തുടർ നടപടികൾ എന്തോണം, ഇനിയിപ്പോൾ ജില്ലാ ഭരണകൂടം എന്താണ് തീർച്ചയായും സുബിൻ, ഇങ്ങനെ ഒരു അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എന്തൊക്കെ മുൻകരുതലാണ് ജില്ലാ ഭരണകൂടം എടുക്കേണ്ടത്? മാത്രമല്ല, അതേ തുടക്കത്തിലെ രക്ഷാപ്രവർത്തനത്തിലെ മന്ദഗതിയാണോ അപകടത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചതെന്നും പറയാം. എന്തായാലും അതിദാരുണമായ ഒരു സംഭവം തന്നെയാണ്. NDRF അടക്കം മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടെന്ന് പറയുകയാണ്. അങ്ങനെയെങ്കിലും ആ ഭാഗത്ത് കുറച്ചുകൂടി ജാഗ്രത പുലർത്തേണ്ടത് ജില്ലാ ഭരണകൂടം തന്നെയാണ്.
എന്തായാലും അതിദാരുണമായ സംഭവം തന്നെയാണ് നിലവിൽ സംഭവിച്ചിരിക്കുന്നത്. അടിമാലി മണ്ണിടിച്ചിൽ കുടുങ്ങിയ ദമ്പതികളിൽ ഒരാൾ മരിച്ചിരിക്കുകയാണ്. വീടിനുള്ളിൽ കുടുങ്ങിയ ബിജുവാണ് മരിച്ചത്. 6.5 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനോട് ഒടുവിലാണ് ബിജുവിനെ പുറത്തെടുക്കാൻ ആയത്. ബിജുവിന്റെ ഭാര്യ സന്ധ്യയ്ക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. രാത്രി 10:30യോടെയാണ് മണ്ണിടിച്ചിൽ ഉണ്ടായത്. വീടുകളുടെ മുകളിലേക്ക് മണ്ണിടിഞ്ഞതോടെ 2 വീടുകൾ പൂർണ്ണമായും തകരുകയായിരുന്നു. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നുണ്ട്. സുബിൻ, നിലവിൽ ബിജുയുടെ ഭാര്യയുടെ അവസ്ഥ എങ്ങനെയാണ്? നിലവിൽ ബിജുവിന്റെ ഭാര്യയെ ആലുവയിലുള്ള രാജഗിരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പരിക്ക് ഗുരുതരമാണ് എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. അരിക്ക് താഴേക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഈ വീട് തകർന്നപ്പോൾ വീടിനുള്ളിലേക്ക് പതിച്ച കട്ടകൾക്കും അതുപോലെ തന്നെ ഈ വീടിന്റെ ഒരു ബീമിനും ഇടയിലായി ഇവർ അകപ്പെടുകയായിരുന്നു. ഇവർ അരിക്ക് താഴേക്ക് പൂർണ്ണമായും ഈ ബീമിനടിയിൽ ഞെരുങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. കാലിൽ നിരവധി ഒടിവുകളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. വിദഗ്ധ ചികിത്സ ആവശ്യമായി വന്നതോടുകൂടിയാണ് ഇവരെ നിലവിൽ ഇപ്പോൾ രാജഗിരി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് ഈ അപകടത്തിൽ മരിച്ച ബിജുവിന്റെ വീട്. ഈ വീട് ഒന്നാകെ മണ്ണിനടിയിൽ പൂണ്ടുപോയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതായത് ഈ മുകൾ ഭാഗത്ത് നിന്ന് നമ്മളിപ്പോൾ കാണുന്ന ഈ മുകൾ ഭാഗത്ത് നിന്ന് റോഡിന്റെ മുകളിൽ നിന്ന് മണ്ണിടിഞ്ഞ് താഴേക്ക് പതിക്കുകയും ആ റോഡിന്റെ താഴ്ഭാഗത്തെ സംരക്ഷണ ഭിത്തി തകർത്തുകൊണ്ട് ഈ മണ്ണൊന്നാകെ ഈ താഴ്വാരത്തേക്ക് പോരുകയുമായിരുന്നു. ഈ വീട് ഇച്ചിരി മുകൾ ഭാഗത്തായിട്ടാണ് ഇരുന്നിരുന്നത്. ആ മുകൾ ഭാഗത്തു നിന്നും മണ്ണിരുത്തി വീട് താഴേക്ക് വയ്ക്കുകയായിരുന്നു. ഈ സമയത്ത് വീടിനുള്ളിലെ മുറിയിൽ ഇവർ അകപ്പെട്ടു പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. വീടിന്റെ പിൻഭാഗത്തു നിന്നുള്ള കട്ടകളും അതുപോലെ തന്നെ കെട്ടുമെല്ലാം തന്നെ ഇവരുടെ ശരീരത്തിലേക്ക് പതിക്കത്തക്ക വിധത്തിൽ അമർന്നു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഏറെ ശ്രമകരമായ ദൗത്യത്തിനൊടുവിലാണ് ഇവരെ പുറത്തെടുക്കാനായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് 6 മണിക്കൂറോളം അല്ലെങ്കിൽ 6.5 മണിക്കൂറോളം നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് ഈ ബിജുവിനെയും അതുപോലെ തന്നെ സന്ധ്യയെയും പുറത്തെടുക്കാനായത്. രക്ഷാപ്രവർത്തനം ആരംഭിച്ച് 4 മണിക്കൂർ പിന്നിട്ടപ്പോൾ സന്ധ്യയെ പുറത്തെടുക്കാനായി. അതിനുശേഷം ഏകദേശം 2 മണിക്കൂറുകൾ കൂടി കഴിഞ്ഞ ശേഷമാണ് ബിജുവിനെ പുറത്തെടുക്കാനായത്. ഏകദേശം പുലർച്ചെ 5 മണിയോടുകൂടി, അതായത് 10:30യോടുകൂടി അപകടം നടക്കുന്നതിന് ശേഷം പുലർച്ചെ 5 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ ബിജുവിനെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിക്കാനായത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. അത്രത്തോളം ശ്രമകരമായിരുന്നു ഇവിടുത്തെ രക്ഷാദൗത്യം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് നിരവധി ആളുകൾ ഈ അടിമാലി മേഖലയിൽ നിന്നുള്ള സാധാരണക്കാരായ ആളുകളും അതോടൊപ്പം തന്നെ പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും ആളുകളും NDRF സംഘവുമെല്ലാം ഒരു കൈമയും മറന്നുള്ള ഒരു രക്ഷാപ്രവർത്തനം നടത്തിയത് കൊണ്ട് മാത്രമാണ് ഈ സമയം കൊണ്ടെങ്കിലും അവരെ പുറത്തെടുക്കാനായതും ഒരാളുടെ ജീവൻ രക്ഷിക്കാനായതും എന്നുള്ളതും എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമാണ്. അത്രത്തോളം ഭീകരമായ ഒരു അന്തരീക്ഷമാണ് ഈ നേരം പുലർന്നപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിച്ചത് എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായും ഈ മണ്ണും കല്ലും എല്ലാം ഒന്നാകെ താഴേക്ക് വന്ന് വീടുകൾ, അതായത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് ഏകദേശം 3-4 വീടുകൾ ഈ നിലവിൽ പൂർണ്ണമായും മണ്ണിനടിയിൽ പൂണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഏകദേശം 7 വീടുകളിലധികം ഭാഗികമായി തകരുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഓരോ ആളുകൾ അല്ലെങ്കിൽ ഓരോ കുടുംബങ്ങളും അവരുടെ സ്വപ്നങ്ങൾ ചെരുക്കൂട്ടിയ വീടുകളും അവരുടെ സ്വപ്നങ്ങളും എല്ലാം തന്നെ തകർന്ന് മണ്ണിനടിയിൽ പൂണ്ടുപോയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു അടിമാലിയിലെ കുമ്പൻപാറയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്നുള്ളതും ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ബിജുവും ഭാര്യയും, അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ദേശീയപാതയിൽ മണ്ണിടിച്ചിലുണ്ടായിരുന്നു. അതായത് ഈ മണ്ണിടിച്ചിലുണ്ടായി ഇന്ന് ഈ വലിയ അപകടം ഉണ്ടായതിന് മുകൾ ഭാഗത്തായി ദേശീയപാതയാണ്. ഈ ദേശീയപാതയുടെ മൺതിട്ട ഇടിഞ്ഞ് റോഡിലേക്ക് പതിച്ച് അപകടമുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ തന്നെ ഈ റോഡിന് മുകൾ ഭാഗത്തായി ഒരു വലിയ വിള്ളലും രൂപപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് ദേശീയപാത അധികൃതർ കൃത്യമായൊരു ഇടപെടൽ നടത്തിയില്ല എന്നുള്ളൊരു ആക്ഷേപം നിലവിൽ നിലനിൽക്കുന്നുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഇവിടെ നിന്നുള്ള ആളുകളെ മാറ്റിപ്പാർപ്പിക്കണം എന്നുള്ളൊരു നിർദ്ദേശം ഈ ഒരു ദേശീയപാത അധികൃതർ ഈ കരാറുകാരൻ പറഞ്ഞത് പ്രകാരം നിർദ്ദേശം നൽകിയത് എന്നുള്ളതാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം വ്യക്തമാക്കുന്നത്. അത്തരത്തിൽ നിർദ്ദേശം നൽകുകയും ഉടൻ തന്നെ ഇവിടെ നിന്നുള്ള ഏകദേശം 22ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തിരുന്നു. ബിജുവും ഭാര്യയും ബന്ധുവീട്ടിലേക്കാണ് പോയിരുന്നത്. ഇവരുടെ സമീപ
സമീപത്തായി ഒരു ഇവരുടെ ബന്ധുവീടുണ്ട്. ബന്ധുവീട്ടിലേക്കാണ് മാറിയിരുന്നത്. ഇന്നലെ വൈകിട്ട് ഇവർ ബന്ധുവീട്ടിൽ നിന്ന് തിരികെ എത്തുകയായിരുന്നു. ചില രേഖകൾ എടുക്കുന്നതിനായി, വീട്ടിൽ നിന്ന് ചില രേഖകൾ എടുത്ത് മടങ്ങുന്നതിനായാണ് ഇവർ വീട്ടിലേക്ക് എത്തിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവർ ഈ വീട്ടിലെത്തിയ സമയത്ത് കുറച്ചു സമയം ഈ വീട്ടിൽ ചിലവഴിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ സമയത്താണ് ഈ ഒരു മണ്ണ് ഒന്നാകെ മുകൾ ഭാഗത്തു നിന്ന് താഴേക്ക് പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു അവസരവും അവിടെ ഉണ്ടായില്ല എന്നുള്ളതാണ്. അതായത് മണ്ണൊന്നാകെ ആ വീടിനെ മൂടിക്കളയുന്നു. ഈ കോൺക്രീറ്റ് കെട്ടൊന്നാകെ ഈ വീടിന് മുകളിലേക്ക് വന്ന് പതിക്കുന്നതും ഒരു സാഹചര്യം, വീട് പൂർണ്ണമായും തകർന്ന് താഴേക്ക് വരുന്നൊരു സാഹചര്യം. അത്തരത്തിലാണ് ഇവർ ഈ വീടിനുള്ളിലെ മുറിയിൽ കുടുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇവരുടെ ശരീരത്തിലേക്ക് ഈ വീടിന്റെ പല ഭാഗങ്ങളും വന്ന് പതിക്കുകയും വീട് നിർമ്മാണത്തിലുണ്ടായിരുന്ന ബീം ഉൾപ്പെടെ ഇവരുടെ ശരീരത്തിൽ ഞെരുങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇത്തരത്തിൽ ഈ രക്ഷാപ്രവർത്തനം ഏറെ ശ്രമകരമായതും ആ ഒരു കാരണം കൊണ്ടാണ്. ഇത്തരത്തിൽ വലിയ രീതിയിൽ വീടിനുള്ളിൽ മണ്ണ് നിറഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കട്ടകളും വീടിന്റെ കട്ടയും ജനലും വീടിനുള്ളിലുണ്ടായിരുന്ന അലമാര ഉൾപ്പെടെ ഇവരുടെ ശരീരത്തിലേക്ക് വന്ന് പതിക്കുകയും ചെയ്തതോടുകൂടി ഈ രക്ഷാപ്രവർത്തനം ഈ വീടിനുള്ളിലേക്ക് കടക്കാൻ ഈ രക്ഷാപ്രവർത്തകർക്ക് കഴിയാതെ പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. തുടർന്ന് വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായും മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് തുരന്ന ശേഷം ഉള്ളിലേക്ക് കടക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും ഈ കോൺക്രീറ്റ് പാളികൾ ഉൾപ്പെടെ ഈ താഴേക്ക് പതിച്ചിരുന്നത് കൊണ്ട് ഇവർക്ക് ഇവരെ ഈ വീടിനുള്ളിൽ അകപ്പെട്ടിരുന്ന ബിജുവിനെയും സന്ധ്യയെയും പുറത്തേക്ക് എടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നു. തുടർന്ന് ഈ ജാക്കികൾ ഉപയോഗിച്ച് ഈ കോൺക്രീറ്റ് പാളികൾ ഉയർത്തിയ ശേഷമാണ് ഇവരെ പുറത്തേക്ക് എടുക്കാനുള്ള ഒരു ശ്രമം ആരംഭിക്കുക തന്നെ. അപ്പോഴും ഇവരുടെ ശരീരത്തിലേക്ക് പതിച്ചിരുന്ന ഒരു വലിയ കോൺക്രീറ്റ് ബീം അത് ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് തകർക്കുന്നതിന് വേണ്ട ഒരു ക്രമീകരണം, അതായത് വലിയ ഉപകരണങ്ങൾ ഉപയോഗിച്ച് അത് തകർക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചുറ്റികയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സാവധാനത്തിൽ പൊളിച്ചാണ് ഇവരെ ഈ ബീം തകർത്താണ് ഇവരെ പുറത്തേക്ക് എടുക്കാൻ സാധിച്ചത്. അതുകൊണ്ടാണ് ഈ ഒരു രക്ഷാപ്രവർത്തനം അത്രത്തോളം വൈകിയതും അത്രത്തോളം ദുഷ്കരമായതും എന്നുള്ളതാണ് രക്ഷാപ്രവർത്തകർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും സന്ധ്യയെ ജീവനോടുകൂടി തന്നെ പുറത്തെടുക്കുകയും ആശുപത്രിയിലേക്ക് എത്തിക്കാനും സാധിച്ചു. അതിനുശേഷം ഏകദേശം 2 മണിക്കൂറോളം പിന്നിട്ട ശേഷമാണ് ബിജുവിനെ പുറത്തെടുക്കാനായത്. ബിജുവിനെ പുറത്തെത്തിച്ചുവെങ്കിലും ബിജുവിന്റെ ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം. പ്രധാനമായും ഈ മണ്ണിടിച്ചിൽ ഉണ്ടാവാനുണ്ടായ പ്രധാന കാരണം ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള അശാസ്ത്രീയതയാണ് എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. നിരവധി തവണ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പരാതികൾ ഉയരുകയും ഈ പരാതികൾ അധികൃതരുടെ മുമ്പിൽ എത്തിക്കുകയും ചെയ്തിരുന്നതാണ്. പല സ്ഥലത്തും ഇത്തരത്തിൽ മണ്ണെടുക്കുമ്പോൾ അത് ഒരു ചെരിവില്ലാതെ തൂക്കായി മണ്ണെടുത്ത് പോയത് കൊണ്ടാണ് മണ്ണെടുത്ത് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഈ മണ്ണെടുത്ത് പോയത് കൊണ്ട് തന്നെ ഈ മേഖലകളിലെല്ലാം തന്നെ മണ്ണിടിച്ചൽ സാധ്യത ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. അതായത് നേര്യമംഗലം മുതൽ മൂന്നാർ വരെയുള്ള ഭാഗത്തെ ദേശീയപാത നിർമ്മാണ പ്രവർത്തനം കരാറുകാരൻ അശാസ്ത്രീയമായാണ് ചെയ്തത് എന്നുള്ള ഒരു ആരോപണമാണ് പ്രധാനമായും ഈ നാട്ടുകാർ മുമ്പോട്ട് വയ്ക്കുന്നത്. ഇത്തരത്തിൽ ഈ അപകടം നടന്നതിന് മുകൾ ഭാഗത്തും തൂക്കായി തന്നെയാണ് ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട മണ്ണെടുത്തിരുന്നത്. താഴ്ഭാഗത്ത്, അതായത് ദേശീയപാതയുടെ താഴ്ഭാഗത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുകയും ഈ മുകൾ ഭാഗത്ത് നിന്നെടുത്ത മണ്ണ് താഴ്ഭാഗത്തേക്ക്, അതായത് ഈ കോൺക്രീറ്റ് ഭിത്തി നിർമ്മിച്ച് അവിടെ ഇട്ട് നികത്തുകയുമായിരുന്നു. അതിനുശേഷം അവിടെ ബ്രേക്കറുകൾ ഉപയോഗിച്ച് അത് ഉറപ്പിക്കുകയും ചെയ്യുന്നു. ഈ സമയത്ത് തന്നെ ഈ കെട്ട് തള്ളിപ്പോകുന്ന ഒരു സാഹചര്യം, അതായത് കെട്ടിന് ബലക്ഷയം സംഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു ആരോപണം പ്രധാനമായും ഉയരുന്നുണ്ട്. അത്തരത്തിൽ ഈ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചതിലുൾപ്പെടെ അശാസ്ത്രീയതയുണ്ട് എന്നുള്ളൊരു ആരോപണമാണ് പ്രധാനമായും ഉയരുന്നത്. ഇത്തരത്തിൽ പൊടുന്നനെ മണ്ണിടിഞ്ഞ് വീണുമ്പോഴും ഈ കെട്ടൊന്നാകെ തകർത്തുകൊണ്ടാണ്, അതായത് സംരക്ഷണ ഭിത്തി ഒന്നാകെ തകർത്തുകൊണ്ടാണ് ഈ മണ്ണ് താഴേക്ക് പതിച്ചത് എന്നുള്ളത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ അതിൽ ഈ മണ്ണിടിച്ചിലിൽ അത് വിളിച്ചു വരുത്തിയ ഒരു അപകടം എന്ന തരത്തിലേക്ക് ഇവിടുത്തെ ആളുകൾ അല്ലെങ്കിൽ ഇവിടുത്തെ പ്രദേശവാസികൾ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമാണ്. പ്രധാനമായും നിലവിൽ നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ഒരു വീട് ഭാഗികമായി തകർന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന. കാണാം, വലിയ മൺതിട്ടകളും വലിയ മരകഷ്ണങ്ങളും അതുപോലെ തന്നെ വലിയ പാറക്കല്ലുകളും എല്ലാം തന്നെ ഇവിടെ വന്ന് പതിച്ചിട്ടുണ്ട്. ഈ
കല്ലുകൾ നമ്മളിപ്പോൾ നിൽക്കുന്ന താഴ്ഭാഗത്തായി തന്നെ വീടുകൾ, അതായത് ഏകദേശം 4ഓളം വീടുകൾ ഉണ്ട് എന്നുള്ള ഒരു കാര്യം പ്രദേശവാസികൾ പറയുന്നു. അതോടൊപ്പം തന്നെ ഇതിന്റെ താഴ്ഭാഗത്തായി ഏകദേശം 4ഓളം വീടുകൾ ഭാഗികമായി തകർന്നിട്ടുണ്ട്. ഈ മണ്ണിടിച്ചിൽ രൂക്ഷമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ അത് കൂടുതൽ വീടുകളിലേക്ക് വ്യാപിക്കുമെന്ന ഉള്ള ഒരു കാര്യമാണ് ഇവർ പറഞ്ഞിരുന്നത്. പ്രധാനമായും താഴ്ഭാഗത്തേക്ക്, അതായത് ഈ ഒരു കോളനിയിൽ 86ലധികം കുടുംബങ്ങളാണ് താമസിക്കുന്നത്. ആ കുടുംബങ്ങളിലേക്കെല്ലാം നിലവിൽ ഈ ഒരു മണ്ണിടിച്ചിൽ രൂക്ഷമാവുകയായിരുന്നുവെങ്കിൽ മണ്ണെത്തുമായിരുന്നു എന്നുള്ളൊരു കാര്യം അവർ പറഞ്ഞു വയ്ക്കുന്നു. എന്തോ മഴ മാറി നിന്നതുകൊണ്ട് മാത്രമാണ് ഈ ഒരു അപകടം ഇതിൽ മാത്രം ഒതുങ്ങിയത്. ഇല്ലെങ്കിൽ ഈ ഒരു പ്രദേശം ഒന്നാകെ വിഴുങ്ങത്തക്ക രീതിയിലുള്ള മണ്ണ് ഈ താഴേക്ക് പതിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഇവിടുത്തെ കാഴ്ചകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സുബിൻ, ബിജുവിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ എപ്പോഴാണ് ആരംഭിക്കുക? നിലവിൽ ബിജുവിന്റെ മൃതദേഹം അടിമാലി താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ എവിടെയാണ് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം നടത്തുന്നത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു വ്യക്തത വരേണ്ടതായുണ്ട്. ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് ഈ ഒരു മൃതദേഹം കൊണ്ടുപോകാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്. അവിടെ പോസ്റ്റ്മോർട്ടത്തിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തേക്കും. അല്ലെങ്കിൽ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ഇതിനു വേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കാനുള്ള ഒരു സാധ്യതയാണുള്ളത്. രക്ഷാപ്രവർത്തനം വൈകാൻ കാരണം അശാസ്ത്രീയത നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നില്ലേ നാട്ടുകാർ? അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് നടപടികളൊന്നും ഭരണകൂടം ഇതുവരെ സ്വീകരിക്കാത്തത്? നിലവിൽ കൃത്യമായൊരു ഇടപെടൽ ഉണ്ടാകുമെന്നുള്ളൊരു ഉറപ്പാണ് മന്ത്രി റോഷി അഗസ്റ്റിനും അതുപോലെ തന്നെ ഡീൻ കുര്യാക്കോസ് എം പി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരിക്കുന്നത്, വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത്തരത്തിൽ അശാസ്ത്രീയമായ നിർമ്മാണം നടന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഈ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട്, ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനമാണ് നടന്നിട്ടുള്ളതെങ്കിൽ, അല്ലെങ്കിൽ അതിൽ അശാസ്ത്രീയത ഉണ്ട് എങ്കിൽ കൃത്യമായ പരിശോധന നടത്തുകയും നടപടിയെടുക്കുകയും ചെയ്യുമെന്നുള്ളതാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത്. അതേസമയം നമ്മൾ നോക്കിക്കാണേണ്ട കാര്യം എന്നുള്ളത്, ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ നാട്ടുകാർ മുമ്പോട്ട് വച്ചിരുന്നു. ഈ സമയത്തൊന്നും തന്നെ കൃത്യമായ ഒരു ഇടപെടൽ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്നുള്ള ഒരു കാര്യം അവർ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ആദ്യഘട്ടം മുതൽ തന്നെ ഈ പരാതികൾ ഉന്നയിച്ചപ്പോൾ കൃത്യമായൊരു നിരീക്ഷണം ഏർപ്പെടുത്താൻ സാധിച്ചിരുന്നുവെങ്കിൽ ഇത്തരത്തിൽ ഈ ഒരു അപകടം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയില്ലായിരുന്നു. അതായത് മുമ്പെങ്ങും ഇല്ലാത്ത തരത്തിലാണ് ഈ ഒരു പ്രദേശം ഒന്നാകെ, അതായത് അടിമാലി മുതൽ മൂന്നാർ വരെയുള്ള ഭാഗത്ത് മുമ്പെങ്ങും ഇല്ലാത്ത തരത്തിൽ വലിയ രീതിയിൽ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. മുൻ വർഷങ്ങളിൽ മഴ പെയ്യുമ്പോഴൊന്നും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലൊന്നും തന്നെ ഈ ഒരു ദേശീയപാതയുടെ വശങ്ങളിൽ ഉണ്ടായിരുന്നില്ല. ഈ റോഡ് നിർമ്മാണം ആരംഭിച്ചതിന് ശേഷമാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിൽ ഉണ്ടായത് എന്നുള്ളതാണ് അവർ പറഞ്ഞു വയ്ക്കുന്നത്. അതായത് അതിൽ ഈ റോഡിന്റെ വശങ്ങളിലെ മണ്ണെടുത്തതിലെ അശാസ്ത്രീയതയാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. സമാനമായി നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ മൂന്നാർ ഗ്യാപ്പ് റോഡുമായി ബന്ധപ്പെട്ട സമാനമായ രീതിയിലാണ് മൂന്നാർ ഗ്യാപ്പ് റോഡിൽ ഉൾപ്പെടെ മണ്ണെടുത്തിട്ടുള്ളത്. അത്തരത്തിൽ നമ്മൾ ഓരോ വർഷം കഴിയുമ്പോൾ, ഈ ഗ്യാപ്പ് റോഡ് നിർമ്മാണം കഴിഞ്ഞ് ഓരോ വർഷവും ഈ മഴ പെയ്യുമ്പോൾ വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിൽ ഗ്യാപ്പ് റോഡിൽ ഉണ്ടാവുകയും ഗതാഗത തടസ്സം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന് സമാനമായ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനമാണ് നിലവിലിപ്പോൾ ഈ ഒരു ദേശീയപാതയിൽ നടത്തിയിട്ടുള്ളത് എന്നുള്ള ഒരു ആരോപണമാണ് നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാഴ്ചകളാണ് നമുക്ക് ഈ ഒരു റോഡിൽ നിന്ന് കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. ഇനിയിപ്പോൾ കൃത്യമായ ഒരു പരിശോധന നടത്തിയ ശേഷം ഇതിനൊരു നടപടിയിലേക്ക് കടക്കേണ്ടതായുണ്ട്. ഇത്തരത്തിൽ ഈ ഒരു അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ എല്ലാ അറിവോടും കൂടി, അതായത് ജില്ലാ ഭരണകൂടത്തിൻ്റെയും അതുപോലെ തന്നെ മറ്റു വകുപ്പുകളുടെയും അറിവോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ ഒരു കരാറുകാരൻ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നുള്ളതിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അതിൽ കൃത്യമായ ഒരു അന്വേഷണം നടക്കേണ്ടതായുണ്ട്. അതിൽ ഒരു അന്വേഷണം നടത്തുകയും അതിൻ്റെ വിവരങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുമെന്നുള്ളതാണ് നിലവിലിപ്പോൾ മന്ത്രി റോഷി അഗസ്റ്റിനും അതുപോലെ തന്നെ ഡീൻ കുര്യാക്കോസ് എം പി ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയിരിക്കുന്നത്. സുബിൻ, ഇത് സ്ഥിരമായി മണ്ണിടിച്ചിൽ നടക്കാനുള്ളൊരു സ്ഥലമാണോ? എന്താണ് നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് കിട്ടുന്ന ഒരു പ്രതികരണം? നമ്മൾ മുമ്പ് ആളുകളുടെ പ്രതികരണങ്ങൾ തേടിയിരുന്നു. ആ സമയത്തെല്ലാം അവർ പറയുന്നത് തുടർച്ചയായ മണ്ണിടിച്ചിൽ, അതായത് ഈ ദേശീയപാത നിർമ്മാണം ആരംഭിച്ചതിന് ശേഷം തുടർച്ചയായി ഈ മേഖലയിൽ, അതായത് നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള മേഖലകളിൽ തുടർച്ചയായി മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇത്തരത്തിൽ ഇവിടുത്തെ ആളുകളോട് ചോദിക്കാൻ, ഈ ഒരു മണ്ണിടിച്ചിൽ കഴിഞ്ഞ ഏതാനും നാളുകളായി അല്ലെങ്കിൽ ഏതാനും മാസങ്ങളായി ഈ ഒരു മേഖലയിൽ തുടർച്ചയായി തന്നെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇത് കണ്ടില്ലേ പാത, ഇവിടെ ഈ മണ്ണിന്റെ അടിയിൽ വലിയ പാറയുണ്ട്.
ഈ പാറയിൽ ഈ വലിയ ഇത് വെച്ച് ഇങ്ങനെ ഇട്ട് ഭയങ്കര ഈ മഴക്കാലത്ത് മറ്റേ ഞങ്ങളും മറ്റേ ഒരാൾ കൂടുതൽ കട്ടിങ് എടുക്കൂല. അതേമാതിരി കട്ടിങ് എടുത്തു കഴിയുമ്പോൾ ഈ മഴ പെയ്ത് കഴിയുമ്പം വെള്ളം ഇറങ്ങി ഇതൊന്നും അടിയിൽ പാറയാ, ഇതിൻ്റെ ഇതങ്ങ് വിടും, എന്നിട്ട് ഇങ്ങ് പോരുക. അവരോട് എന്ത് പറഞ്ഞാലും അവർ നമ്മളൊന്നും പറഞ്ഞാൽ, ഞാൻ എത്ര പ്രാവശ്യം അവിടെ ഒരു വീടിരിപ്പുണ്ട്, അവർക്കത് ഭീഷണിയാണ്, അത്രയും എടുക്കരുതെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അവിടം വരെ എടുക്കാനുള്ള പിന്നെ പെർമിഷൻ ഉണ്ട് എന്ന് പറഞ്ഞ് ഇതിനകത്ത് വലിയ പാറ ഇങ്ങനെ പൊട്ടിച്ച് ഇങ്ങനെ എടുക്കുമ്പോൾ ഇതങ്ങ് വിട്ടിങ്ങ് പോരുക. ഇന്നലെ രാവിലെ കൂടെ ഞാൻ വന്ന് അവരോട് പറഞ്ഞതാ, ഇത് ഇത്രയും അപകടമാണ്. മണ്ണിടിയാനുള്ള ഒരു സാധ്യത ഉണ്ടോ ഈ മേഖലയിൽ? ഇത് കാണാൻ പാടില്ല. അതിരിക്കണ എപ്പം മഴ ഇനി നല്ല ശക്തമായിട്ടുള്ളൊരു മഴ ഉണ്ടായാൽ അതൊക്കെ ഇങ്ങ് പോരും. ഇതിന് സമാനമായ രീതിയിൽ ഈ ദേശീയപാതയിൽ വേറെ എവിടെയൊക്കെ പിന്നെ ഇതിൽ അങ്ങോട്ട് പോയാൽ ഇരുട്ടുകാനം വരെ ഇതാണ്. എത്ര പ്രാവശ്യം ഇതിലെ വാഹന ഗതാഗതം മാറ്റി വിട്ടിരിക്കുന്നു. ഇതിൽ അടിമാലിന്ന് വെള്ളത്തൂല് വഴി ഇന്നലെയൊക്കെ ബസ് കയറ്റി വിടുമായിരുന്നു. ഈ ദേശീയപാത നിർമ്മാണം ആരംഭിച്ചതിന് ശേഷമാണ് ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ രൂക്ഷമായത്. ഇത്രയും കട്ടിങ് തന്നെ വന്നിട്ടല്ലേ. അവര് ഈ മഴ ഇല്ലാത്തപ്പോൾ കട്ടിങ് വരുവാണെങ്കിൽ ഇത്രയും ഇത് വരില്ല. ഈ നല്ല മഴത്തിൽ ആ വർഷം കഴിഞ്ഞ വടപ്പാതി സമയത്തൊക്കെ എത്ര വീടുകളാണ് പോയത്. ഇതൊക്കെ പറഞ്ഞിട്ടൊന്നും അവര് ദേശീയപാത വേണം, പക്ഷെ ഈ രണ്ട് സൈഡിലും ഇപ്പൊ കണ്ടില്ലേ, അതേമാതിരി ഭിത്തി കെട്ടിയാൽ ഇവിടെ താഴെയുള്ളവർക്കൊക്കെ ഇറങ്ങാനും പാടില്ല, മുകളിലുള്ളവർക്ക് കയറാനും പറ്റാത്ത രീതിയിൽ വലിയ കട്ടിങ്ങായിട്ടിങ്ങനെ വരുക. അത്തരത്തിലാണ് വലിയ കട്ടിങ്ങുകൾ രൂപപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ, അതായത് ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നത് എന്നുള്ളതാണ് പ്രധാനമായും ഇവിടുത്തെ പ്രദേശവാസികൾ ആരോപിക്കുന്നത്. നിരവധി തവണ ഈ ദേശീയപാത കോൺട്രാക്ടറുമായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോഴെല്ലാം ഇതൊക്കെ നിരാകരിച്ചുകൊണ്ടുള്ളൊരു നിർമ്മാണ പ്രവർത്തനം നടത്തി എന്നുള്ളൊരു ഒരു ഗുരുതരമായ ആരോപണമാണ് അവർ ഉയർത്തുന്നത്. ഇതിൽ കൃത്യമായ നടപടി എടുക്കേണ്ടതായുണ്ട്. ഇത്തരത്തിൽ നിരവധി പരാതികൾ വന്നിട്ട് പോലും കൃത്യമായ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ അതിൽ നടപടികൾ എടുക്കേണ്ടതായുണ്ട്. എന്തായാലും ഇപ്പോഴും ഈ മേഖലയിൽ നിരവധി സ്ഥലങ്ങളിൽ, അതായത് ദേശീയപാതയുടെ വശങ്ങളിൽ നിരവധി ഇടങ്ങളിൽ മണ്ണിടിയാനുള്ള ഒരു സാധ്യതയുണ്ട്. തുലാവർഷം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ഇടുക്കി ജില്ലയിലെ മലയോര മേഖലകളിൽ ശക്തമായ മഴയാണ് പെയ്തിരുന്നത്. ആ ഒരു മഴയിലാണ് ഇത്തരത്തിൽ ഈ ഒരു മണ്ണ് ഇരുന്നു പോകുന്ന സാഹചര്യം ഉണ്ടായത്. അത്തരത്തിൽ ഇരുന്നു പോകാനുള്ള സാഹചര്യം ഈ മണ്ണ് എടുത്ത് വലിയ കട്ടിങ്ങുകൾ രൂപപ്പെടുത്തിയതാണ് എന്നുള്ളൊരു ആരോപണം ആണ് പ്രധാനമായും അവർ മുമ്പോട്ട് വയ്ക്കുന്നത്, അല്ലെങ്കിൽ പ്രദേശവാസികൾ മുമ്പോട്ട് വയ്ക്കുന്നത്. ഈ കട്ടിങ്ങുകൾ ഇച്ചിരി കൂടി സ്ലോപ്പ് ചെയ്തെടുത്തിരുന്നുവെങ്കിൽ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു മണ്ണിടിച്ചിൽ ഉണ്ടാവുകയില്ലായിരുന്നു എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഈ തെറ്റുകൾ മൊത്തം, അല്ലെങ്കിൽ ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ കരാറുകാരൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് ഇത്തരത്തിൽ വലിയ അപകടം ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ അശാസ്ത്രീയമായ ആ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അയാൾ നേതൃത്വം നൽകിയത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടായത് എന്നുള്ളതാണ് എന്തായാലും പ്രദേശവാസികൾ പറഞ്ഞു വയ്ക്കുന്നത്. ഇനിയിപ്പോൾ മഴ പെയ്താൽ പോലും ഈ മണ്ണിടിയാനുള്ള ഒരു സാധ്യതയുണ്ട്. വരും ദിവസങ്ങളിൽ മഴ കനക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഈ നിലവിൽ ഈ നമ്മൾ നിൽക്കുന്ന ആ ഭാഗത്തു നിന്ന് മണ്ണ് ഇനിയും താഴേക്ക് ഊർന്നു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒലിച്ചിറങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ താഴത്തെ വീടുകളിലേക്കും ഈ ഒരു വെള്ളം കയറുന്ന, അല്ലെങ്കിൽ ഈ ചെളിവെള്ളം കയറുന്നതും മണ്ണ് ഇരച്ചു കയറുന്നതുമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതായത് മഴ മാറി കഴിഞ്ഞ 3 ദിവസങ്ങളായി ഇടുക്കി ജില്ലയിൽ വലിയ ശക്തമായ മഴ പെയ്യുന്നില്ല, മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരു ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ആരും കാണുകയും ചെയ്തിരുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ പെട്ടെന്നുണ്ടായ ഒരു അപകടം, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു അപകടത്തിന്റെ ഒരു ഞെട്ടലിൽ തന്നെയാണ് എന്തായാലും ഈ ഒരു അടിമാലി മേഖല ഒന്നാകെയുള്ളത്. സുബിൻ, 22 കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിരുന്നല്ലോ, ഇനി അവരുടെ പുനരധിവാസം എങ്ങനെയായിരിക്കും? അത് സംബന്ധിച്ച് ഒരു വ്യക്തത വരുത്തേണ്ടത് ജില്ലാ ഭരണകൂടമാണ്. നിലവിൽ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ സന്ദർശനം നടത്തുകയും ഇവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്യുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ ADM ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തി ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയിരുന്നു. ADMന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു രക്ഷാപ്രവർത്തനങ്ങൾ നടന്നതും ഇതിനു വേണ്ട ക്രമീകരണങ്ങൾ നടത്തിയതും ഇവിടെ വന്ന് പരിശോധനകൾ നടത്തിയതും എല്ലാം. ഇതിൻ്റെ ഒരു വിശദമായ റിപ്പോർട്ട് നിലവിൽ ഇപ്പോൾ ജില്ലാ കളക്ടറുടെ കൈകളിൽ എത്തിയിട്ടുണ്ടാവാം. നിലവിൽ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ ഏകദേശം 10 മണിക്ക്
ശേഷം ഈ സ്ഥലത്ത് സന്ദർശനം നടത്തും. ഇതിനുശേഷം ഒരു വ്യക്തമായ മറുപടി ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്നുള്ളതാണ് കരുതുന്നത്. പ്രധാനമായും ഈ മേഖലയിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഏകദേശം 8ഓളം വീടുകൾ പൂർണ്ണമായും തകർന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കൂടാതെ 7ലധികം വീടുകൾ ഭാഗികമായി തകർന്നിട്ടുണ്ട്. ഏകദേശം 86ഓളം വീടുകൾ ഈ ഒരു ലക്ഷംവീട് കോളനി കേന്ദ്രീകരിച്ച് ഉണ്ട്. നിലവിൽ ഇനിയിപ്പോൾ ഈ മേഖലയിലേക്ക് ഈ പറയുന്ന 22 കുടുംബങ്ങളെയും കൊണ്ട് പാർപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു കാര്യം തന്നെയാണ്. ഇവിടെ ഇപ്പോൾ അവരെ കൊണ്ട് താമസിപ്പിക്കണമെങ്കിൽ പോലും പലരുടെയും വീടുകൾ മണ്ണിനടിയിലായ സാഹചര്യം ഇവരെ ഇനി എവിടെ താമസിപ്പിക്കും അല്ലെങ്കിൽ എവിടെ പുനരധിവസിപ്പിക്കും എന്നതിൽ ഒരു കാലതാമസം ഉണ്ടാകും. അതുവരെ ഇവർ ക്യാമ്പിൽ തുടരേണ്ടതായി വരുമോ എന്ന കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു വ്യക്തത വരേണ്ടതായുണ്ട്. ഇനിയിപ്പോൾ ഏതാനും നാളുകളിലേക്ക് ഇവിടെ വന്നൊരു താമസം അത് സാധ്യമാണോ എന്നുള്ളൊരു ചോദ്യം എന്തായാലും നിലനിൽക്കുന്നുണ്ട്. ഈ മണ്ണ് മാറ്റി ഇതിനുള്ളിൽ നിന്നുള്ള ഇവരുടെ വീടിന്റെ അവശിഷ്ടങ്ങൾ ഉൾപ്പെടെ എടുക്കേണ്ടതായി വീടിന്റെ അവശിഷ്ടങ്ങളുണ്ട്. അവരുടെ വിലപ്പെട്ട രേഖകളെല്ലാം തന്നെ ചിലപ്പോൾ ഈ വീടിനുള്ളിൽ മണ്ണിനടിയിൽ അകപ്പെട്ട വീടിനുള്ളിൽ ഉണ്ടാകും. അതെല്ലാം എടുക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതിനൊക്കെ ഇനിയിപ്പോൾ ദിവസങ്ങൾ കടന്നു പോകും. അങ്ങനെയെങ്കിൽ ഇവരുടെ പുനരധിവാസം അത് നീണ്ടുപോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. എന്തായാലും ഇവിടെ ഈ മേഖലയിൽ, അതായത് ഈ മണ്ണിടിച്ചിലുണ്ടായ ഈ മേഖലയിലും ഇതിന് ചുറ്റുവട്ടത്തുമുള്ള കുടുംബങ്ങൾ, അല്ലെങ്കിൽ മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ള 22 കുടുംബങ്ങൾ ഇനിയിപ്പോൾ ഈ ഭാഗത്തേക്ക് അല്ലെങ്കിൽ ഇവിടെ താമസിക്കണമെങ്കിൽ അതിന് ഏറെ മാസങ്ങൾ തന്നെ കഴിയേണ്ടി വരുമെന്നുള്ള ഒരു കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്ത് ക്രമീകരണമാണ് ഒരുക്കേണ്ടത് എന്നുള്ളതിൽ ജില്ലാ ഭരണകൂടം ഈ വരും മണിക്കൂറുകളിൽ തന്നെ വ്യക്തത ഉണ്ടാക്കുമെന്നാണ് കരുതുന്നത്. അതിൽ നിന്നും അവർക്ക് ആവശ്യമായ അല്ലെങ്കിൽ അവർക്ക് അനുയോജ്യമായ ഒരു സ്ഥലത്ത് അവരെ താമസിപ്പിക്കുകയും അതിനാവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കുകയും ചെയ്യുമെന്നാണ് കരുതുന്നത്. അതിൽ വരും മണിക്കൂറുകളിൽ വ്യക്തത ഉണ്ടാവുകയും ചെയ്യും. ഇടുക്കി, വയനാട് ജില്ലകളിൽ ഇത്തരം ദുരന്തങ്ങൾ തുടർക്കഥയാകുന്നുണ്ടല്ലോ. അപ്പോൾ ഇനിയും ഇത്തരം ദുരന്തം ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണ്ടേ സുബിൻ? തീർച്ചയായും അധികൃതരുടെ ശ്രദ്ധ ഇത്തരം മേഖലകളിലേക്ക് വരേണ്ടതായിട്ടുള്ള സാഹചര്യം അല്ലെങ്കിൽ സാഹചര്യം കൂടുതലാണ്. പ്രധാനമായും ഇത് മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു മണ്ണിടിച്ചിൽ എന്ന് തന്നെ പറയുന്നത്. അതായത് ആദ്യഘട്ടത്തിൽ മണ്ണിടിച്ചിലുണ്ടാവുകയും ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു. ഇതിനുശേഷം മണ്ണിടിയും എന്നുള്ള ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ ഇത്തരം വലിയ രീതിയിൽ മണ്ണിടിയും ഈ മേഖലയിൽ മണ്ണിടിയും ഒരു പ്രതീക്ഷ ആരിലും തന്നെ ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ മണ്ണിടിഞ്ഞ് ഈ താഴ്ഭാഗത്തേക്ക് ഇതുപോലെ പതിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ ആർക്കും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ബിജുവും കുടുംബവും ഈ ബന്ധുവായിട്ട് നിന്ന് തിരികെ ആ ഒരു സമയത്ത് എത്തുകയും ഈ വീട്ടിൽ കയറുകയും ചെയ്തത്. കൃത്യമായ ഒരു നിരീക്ഷണം ഇതുപോലുള്ള മേഖലകളിൽ, അതായത് ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് നിരവധി ഇടങ്ങളിൽ ഇതുപോലെ സമാനമായ രീതിയിൽ ഇതിലും വലിയ രീതിയിൽ മണ്ണിടിയാനുള്ള സാധ്യത പ്രദേശങ്ങൾ നിരവധിയാണ്. അതായത് ഉരുൾപൊട്ടൽ ഉൾപ്പെടെയുള്ള സാധ്യതാ പ്രദേശങ്ങളുണ്ട്. അവിടെയെല്ലാം കൃത്യമായ ഒരു നിരീക്ഷണം ഓരോ സമയത്തും, അതായത് എല്ലാ ദിവസവും നടത്തേണ്ടതായിട്ടുള്ളൊരു സ്ഥിതിവിശേഷമാണ് നിലവിൽ ഇപ്പോൾ ഇടുക്കി ജില്ലയിൽ സ്ഥിതിവിശേഷത്തിലൂടെയാണ് നിലവിൽ ഇപ്പോൾ ഇടുക്കി ജില്ല കടന്നു പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുമ്പ് ഈ മേഖലയിൽ നിന്ന് തന്നെ വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിൽ ഉണ്ടാകാത്തുള്ള പ്രദേശമാണ്. അത്തരത്തിലുള്ള പ്രദേശങ്ങളിൽ കൂടി വലിയ രീതിയിൽ മണ്ണിടിയുന്നു അല്ലെങ്കിൽ വലിയ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നു. അവിടെ കൃത്യമായ ഒരു പരിശോധന നടത്തുകയും ഇത്തരത്തിൽ ഈ പ്രകൃതി ദുരന്തങ്ങളും അല്ലെങ്കിൽ ഇതുപോലുള്ള മണ്ണിടിച്ചിലുകളും ഉണ്ടാകാനുള്ള ഒരു സാധ്യത എന്ത്, അല്ലെങ്കിൽ കാരണം എന്ത് അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ ഒരു പഠനം നടത്തുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അല്ലെങ്കിൽ അത് അടിയന്തരമായി തന്നെ ചെയ്യേണ്ടതാണ്. അത്തരം കാര്യങ്ങളിലേക്ക് ജില്ലാ ഭരണകൂടം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഏതൊക്കെ മേഖലകളിലാണ് ഈ അല്ലെങ്കിൽ രൂക്ഷമായ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുള്ളത് എന്ന് കണ്ടെത്തി ആ മേഖലകളിൽ കൃത്യമായ നിരീക്ഷണം ഏർപ്പെടുത്തുകയും അവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചും സർക്കാരിന്റെ വിവിധ വകുപ്പുകൾ കേന്ദ്രീകരിച്ചും കൃത്യമായ ഒരു നിരീക്ഷണവും അല്ലെങ്കിൽ ആ മേഖലയിലെ ഓരോ ദിവസത്തെ സാധ്യതകൾ എന്ത് അല്ലെങ്കിൽ സാഹചര്യങ്ങൾ എന്തെന്ന് പരിശോധിക്കേണ്ടതും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായി നിലവിൽ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉടലെടുത്തുകൊണ്ടിരിക്കുന്നത്. അടിമാലി മണ്ണിടിച്ചിലിൽ കുടുങ്ങിയ ദമ്പതികൾ ഒരാൾ മരിച്ചു. വീടിനുള്ളിൽ കുടുങ്ങിയ ബിജുവാണ് മരിച്ചത്. 6.5 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിന് ഒടുവിലാണ് ബിജുവിനെ പുറത്തെടുക്കാനായത്. സുബിൻ തോമസ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.